സാറ്റർഡേ ഡിന്നർ എവിടുന്ന് കഴിക്കണം, എന്ത് കഴിക്കണം, എല്ലാവർക്കും മൊത്തത്തിലൊരു കൺഫ്യൂഷൻ, പല ഒപ്പീനിയൻ. അങ്ങനെ പല ഒപ്പീനിയൻ വന്ന് കൺഫ്യൂസ്ഡ് ആയാൽ നമ്മൾ പിന്നെ നമ്മുടെ സ്വന്തം കൊക്കോയിലോട്ട് വെച്ച് പിടിക്കണം. ഇവിടെ ആകുമ്പോൾ എല്ലാ വെറൈറ്റീസും അവൈലബിൾ ആണല്ലോ, ഇന്ത്യൻ, ഇറ്റാലിയൻ, ചൈനീസ്, അങ്ങനെ എല്ലാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ആകുമ്പോഴും കൺഫ്യൂഷനാണ്. പിന്നെ നമ്മൾ എല്ലാവരും അവരവർക്ക് വേണ്ടതൊക്കെ ഓർഡർ ചെയ്തു. ഞാൻ വന്നപ്പോഴേ സിസ്ലിംഗ് ബ്രൗണി ഒന്ന് കഴിക്കണം എന്ന് വിചാരിച്ചായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അത് അവൈലബിൾ അല്ലായിരുന്നു. സ്റ്റോൺ പേപ്പർ സിസറൊക്കെ കളിച്ചും ലൈം ജ്യൂസ് എല്ലാം കുടിച്ചും ഞങ്ങൾ സമയമൊക്കെ കളഞ്ഞു. അങ്ങനെ നമ്മുടെ ഓരോ ഫുഡ് ഐറ്റംസും ഓരോന്നോരോന്നായിട്ട് വന്നു തുടങ്ങി. കിച്ചൻ സ്റ്റേക്കാണ് ഓർഡർ ചെയ്തത്. പിള്ളേർക്ക് പാസ്ത മതി എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അവർ പാസ്തയൊക്കെ ഓർഡർ ചെയ്തു. ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. ലാസ്റ്റ് ഹണി ഗ്ലേസ്ഡ് ചിക്കനിലും റൈസിലും ചെന്ന് അവസാനിച്ചു. എന്നാലും ആദ്യം പറഞ്ഞ ആ സിസ്ലിംഗ് ബ്രൗണി അതെൻ്റെ മനസ്സിനെ വല്ലാതെ ഒന്ന് അലട്ടി. അങ്ങനെ ഞങ്ങൾ ടോണിക്കോ കഫേയിലെത്തി. വയറെത്ര നിറഞ്ഞെന്ന് പറഞ്ഞാലും ഡെസേർട്ട് ഗോസ് ടു ഹാർട്ട് എന്നാണല്ലോ. അങ്ങനെ സിസ്ലിംഗ് ബ്രൗണി കണ്ടും കഴിച്ചും കഴിഞ്ഞപ്പോഴത്തേക്കാണ് എൻ്റെ മനസ്സൊന്ന് തണുത്തത്. അങ്ങനെ ഡെസേർട്ടെല്ലാം കഴിച്ചതിന് ശേഷം നമ്മുടെ ജിമ്മിലോട്ട് വെച്ച് പിടിച്ചു. വീക്കെൻഡായിട്ട് ഒരു ഫിലിം കാണാതിരുന്ന മോശമല്ലേ. അങ്ങനെ ഹലോ മമ്മിക്കുള്ള ടിക്കറ്റായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. അങ്ങനെ നമ്മുടെ വീക്കെൻഡ് ഔട്ടിങ് അവസാനിച്ചിരിക്കുന്നു.